ചെന്നൈയിൽ വിദഗ്ധ ചികിത്സ അനുവദിക്കണമെന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യണമെന്ന ആവശ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു. ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. മേഘ്ന മുരളി കൊല്ലത്തും ചേർന്ന്. മേഘ്ന പറയൂ. സുഹൈൽ, 2025 ഡിസംബർ 19 സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലാകുന്നത്. അതിനുശേഷം 2 ഹർജികളാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതിലൊന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് മാറ്റണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. ആ മരവിപ്പിച്ച നടപടി മാറ്റണമെന്നുള്ള 2 ഹർജികൾ നൽകി. ആ 2 ഹർജിയിലുമാണ് ഇപ്പോൾ വാദം പൂർത്തിയായിട്ടുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വാദം പൂർത്തിയായിട്ടുള്ളത്. ഇനി അത് വിധി പറയാൻ കോടതി മാറ്റിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്കജ് ഭണ്ഡാരിയുടെ ഒരു വാദം എന്ന് പറയുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ചെന്നൈയിലേക്ക് മാറ്റണം, അതുപോലെ തന്നെ ഈ ഡീഫ്രീസ് ചെയ്യണം അക്കൗണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ഈ ഡീഫ്രീസ് ചെയ്യുന്ന നടപടി അല്ലെങ്കിൽ ആവശ്യത്തെ അടക്കം ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിൽ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണപ്പാളി കേസിലെ മുഖ്യപ്രതി തന്നെയാണ് പങ്കജ് ഭണ്ഡാരി. അതുകൊണ്ട് തന്നെ ഈ സ്വർണവും അതുപോലെ തന്നെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ ഈ പണം കൈമാറുന്നതിനടക്കം ഈ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീസ് ചെയ്ത നടപടി തുടരണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതുപോലെ തന്നെ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് മാറ്റരുത് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. അത് കേസിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ വാദിച്ചു. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി ഇത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അത് എപ്പോഴാണ് ഇതിന്റെ വിധി ഉണ്ടാവുക എന്നുള്ള കാര്യവും കോടതിയിൽ നിന്ന് വിവരം ലഭിക്കാനുണ്ട്. അതിൽ ഒരു വിധി അടുത്ത വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.